ഹായ് ഹലോ, നമുക്കിന്ന് ഒരു മത്തിക്കറി ഉണ്ടാക്കി നോക്കാം. നല്ല ഒമാൻ മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ മത്തിയാണ്. മത്തി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ കോക്കനട്ട് ഓയിലിൽ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനൊരു വളരെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഉലുവ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ നൽകും. പിന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു 1-2 ഓണിയൻ നമ്മുടെ മത്തിയുടെ അളവിനനുസരിച്ചിട്ട്. ഇതിലെത്രയാണ് അളവെടുക്കേണ്ടത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടില്ല. മത്തിയുടെ കണക്കിന് എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും സ്ലൈസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മസാലയൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. ആ കുക്ക് ചെയ്ത മസാല അതൊരു നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ടാവും. അതിലേക്ക് വേണം നമ്മൾ മത്തി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മത്തി ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇടുക. അതിൻ്റെ പുളിയും കൂടെ മസാലയൊക്കെ ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ പാകത്തിന് ഉപ്പ് ഇട്ട് അതൊന്ന് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മത്തി ഇടാം. അതുപോലെ തിളച്ച് വരുമ്പോഴേക്ക് ആണ് നമ്മൾ മത്തി ഇടുന്നത്. മത്തി ഓരോന്നായിട്ട് ഇട്ട് അതിൻ്റെ നന്നായി മിക്സ് ചെയ്ത് മസാല ഒന്നും മത്തിയുടെ മേലെയൊക്കെ വരുന്ന തരത്തിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അടച്ച് വേവിക്കാം. ഒരു 5-8 മിനിറ്റ് വേവുമ്പോഴേക്ക് നമുക്ക് മേലെ ഇങ്ങനെ എണ്ണ തെളിയുന്നതായിട്ട് കാണാം. എണ്ണ തെളിഞ്ഞ് അതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 സ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഉലുവ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, അതുകൂടാതെ ഈ പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മസാല ഒന്ന് എല്ലായിടത്തും ആക്കാം. മത്തി ചട്ടി ഒന്ന് ചുറ്റിച്ച് അല്ലെങ്കിൽ ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാനൊരു കൈ കൊണ്ടായതുകൊണ്ടാണ് എനിക്ക് ചുറ്റിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് സ്പൂൺ ഉണ്ട്. അല്ലെങ്കിൽ ചട്ടി ആയതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിച്ച് മസാല ഇത് അടിയിലൊന്നും പിടിക്കാതെ വൃത്തിയിലൊന്ന് ഇളക്കി കൊടുക്കണം. മത്തി കറിയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചിട്ട് ഇടുകയാണെങ്കിൽ അതിൽ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കും. അപ്പോൾ ഫ്രൈ ആക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ മത്തിക്ക് ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ അതിലേക്ക് മസാലയൊക്കെ പിടിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. അതോടുകൂടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ മേലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും കറിക്ക്. ഇതാ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം കൂട്ടുകാരെ, മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.